കേരള പോലീസിലെ മർദ്ദനവീരൻ എന്ന വിളിപ്പേര് കേട്ടിട്ടും കൂളായി ഇരകളെ വെല്ലുവിളിച്ച് ആലപ്പുഴയിൽ ഡിവൈഎസ്പി സ്ഥാനത്ത് തുടരുകയാണ് മധുബാബു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം മധുബാബുവിന് വേണ്ടി തേച്ച് മായ്ച്ച് കളയുകയാണ്. ആരാണ് മധുബാബുവിനെ സംരക്ഷിക്കുന്ന പവർഫുൾ ഗോഡ് ഫാദർ? കേരള പോലീസിലെ സൂപ്പർ പവറാണോ മധുബാബു എന്ന കളങ്കിതനായ ഡിവൈഎസ്പി? ആണെന്ന് തന്നെയാണ് പോലീസ് സേനയിലെ അടക്കം പറച്ചിൽ. കസ്റ്റഡി മർദ്ദന പരാതികൾ പെരുമഴ പോലെ എത്തിയിട്ടും മധുബാബുവിനെ തൊടാനോ അന്വേഷണം നടത്താനോ ആഭ്യന്തര വകുപ്പിന് ഭയം. കോന്നി CI ആയിരുന്ന കാലത്ത് പത്തനംതിട്ട SFI മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ കള്ളക്കേസിൽ കുടുക്കി സ്റ്റേഷനിലെത്തിച്ച് ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിക്കുകയും ക്രൂരമായ മൂന്നാം മുറയ്ക്ക് വിധേയമാക്കിയെന്നുമുള്ള പരാതിയാണ് ആദ്യം ഉയർന്നത്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ലോക്കൽ സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുന്നുള്ള ഉത്തരവുകളുള്ളതാണ്. അപ്പോൾ പോലീസിലെ ഏറ്റവും ബ്രൂട്ടഡ് ആയിട്ടുള്ള ക്രിമിനലാണ് അദ്ദേഹം. 2012 22 കള്ളക്കേസുകളിൽ കുടുക്കിയെന്നും മർദ്ദിച്ചെന്നും പത്തനംതിട്ട സ്വദേശിയ ജ്വല്ലറി ഉടമയുടെ വെളിപ്പെടുത്തൽ വന്നു. വ്യക്തിവൈരാഗ്യം പോലെയായിരുന്നു മധുബാബുവിന്റെ ഇടപെടൽ. CI MR മധുബാബു എന്നാ പുള്ളിയുടെ പേര്. അതിൽ വന്ന് കുറേ സ്വർണം ആവശ്യപ്പെട്ട് അയാളുടെ ആർക്കോ കസിന് വേണ്ടി കല്യാണത്തിൻ്റെ ആവശ്യത്തിന് കടം. ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് സാറേ, എങ്ങനെ നിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവായിരുന്നു. പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ജീപ്പും കൊണ്ടുവന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. 2006 ഓഗസ്റ്റിൽ പള്ളിപ്പുറം സ്വദേശിയായ സിദ്ധാർത്ഥനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയും വിവസ്ത്രനാക്കി ശരീരത്തിൽ ചൊറിയണം തേക്കുകയും ചെയ്തു. ഈ കേസിൽ 1 മാസം തടവും പിഴയും മധുബാബുവിന് കോടതി ശിക്ഷ വിധിച്ചു. 2014 സെല്ലിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും ചെവി അടിച്ചു പൊട്ടിച്ചെന്നും അഭിഭാഷകനായ പത്തനംതിട്ട സ്വദേശി പ്രശാന്ത് കുറുപ്പും വെളിപ്പെടുത്തി. 3 വർഷം മുൻപ് തൊടുപുഴയിൽ വെച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വയർലെസ് സെറ്റ് എടുത്ത് എറിഞ്ഞെന്നും ബൂട്ടിട്ട് ചവിട്ടിയെന്നും VK മുരളീധരന്റെ പരാതിയടക്കം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. വയർലെസ് വെച്ച് എറിഞ്ഞ് ഞാൻ കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും പൊക്കിയെടുത്ത് കൊണ്ടുവന്ന വഴി അദ്ദേഹം ഓടി വന്ന് എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. കണ്ണീരണിഞ്ഞ് നടുക്കുന്ന ഓർമ്മകൾ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും തുറന്നു പറഞ്ഞിട്ടും മധു എന്ന കാക്കിയിട്ട ക്രിമിനലിനെ തൊടാൻ സർക്കാരിന് ഭയമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മധുവിൻ്റെ ഗോഡ്ഫാദർമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലുമുണ്ട്. അതോ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ തലപ്പൊക്കമോ? പോലീസിലെ മർദ്ദനവീരനെന്ന് DIG ഹരിശങ്കറിനെ പോലെയുള്ളവർ നൽകിയ റിപ്പോർട്ടുകൾ മധുബാബുവിന് വേണ്ടി പൂഴ്ത്തിയെങ്കിൽ പിന്നിൽ ആര്? ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.